പുതിയ കാലത്തെ മക്കൾ പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ വാക്കുകൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. ഇരുവരും കുടുങ്ങിയൊരവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് പ്രായപൂർത്തിയിലേക്ക് കടക്കുന്ന ഈ കുട്ടികൾ ഇത്ര കൂടുതൽ വയലൻ്റ് ആകുന്നത്, പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത്? പലരും ഈ കുട്ടിക്ക് എന്തോ അസുഖമുണ്ട് എന്ന തരത്തിലൊക്കെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് വിധേയരാക്കാറുണ്ട്. ഇവന് പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ സ്റ്റിമുലേഷൻ ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ട്, എടുത്തു ചാടിയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. പലരോടും ഇത് പറയുമ്പോൾ ഇത് വല്ലാത്തൊരു പരീക്ഷണമായെന്ന് പറയാറുണ്ട്. ഈ അഡോളസൻ്റ് ഏജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ സങ്കടവും പ്രയാസവും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ടീനേജുകാർ, അഡോളസൻ്റുകാർ, ആൺകുട്ടിയും പെൺകുട്ടിയും. കാരണം അവർ ചെറുപ്പം വിടുകയും വലിപ്പത്തിൽ അഡൽട്ടിലേക്കുള്ള നീക്കവുമാണിത്. അവരുടെ എല്ലാവിധ വികാരങ്ങളും, സന്തോഷം, ദുഃഖം, വാശി, ദേഷ്യം, വെറുപ്പ് തുടങ്ങിയുള്ള സർവ്വവികാരങ്ങളും നേരെ കുത്തനെ വർദ്ധിക്കുകയും എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ട വിവേകം, വിസ്ഡം വളരെ ലോ ലെവലിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയമാണിത്. എന്ത് പറഞ്ഞാലും അവർ തർക്കിച്ചുകൊണ്ടിരിക്കും, ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ അവരുടെ ശരീരത്തിൽ വളർച്ചയുടെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും ഈ സമയത്ത് നമ്മൾ ഒരല്പം താഴേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. ഞാൻ നിൻ്റെ വാപ്പയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ, ഞാൻ നിൻ്റെ ഉമ്മയാണെങ്കിൽ നീ ഞാൻ പറഞ്ഞതനുസരിച്ചേ പറ്റൂ എന്നുള്ളതൊന്നും ഈ കാലഘട്ടത്തിൽ വിലപ്പോകുന്നതല്ല. മനസ്സിലാക്കേണ്ടത് ഇവർ സഹിക്കുന്നത് കുറച്ചൊന്നുമല്ല. ദേഷ്യം കൂടുമ്പോൾ അവർ പറഞ്ഞു പോകും, പിന്നീട് അവർ സോറി പറയാൻ വരാറുണ്ട്, ചിലർ സങ്കടപ്പെടാറുണ്ട്, കരയാറുണ്ട്. ഈ അടുത്തൊരു പൊന്നുമ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ഉമ്മാനോട് അടിക്കാനൊക്കെ പോകാൻ തോന്നുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഞാൻ അവൻ്റെ ഏജും അവൻ്റെ അവസ്ഥയും അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ചെറിയ തെറാപ്പിയും കൊടുത്തു വിട്ട് അവൻ പിറ്റേന്ന് ഒന്ന് പറഞ്ഞത്, എൻ്റെ സ്കൂളിലെ കുട്ടി ഒന്ന് പറഞ്ഞൊരു കാര്യം, എനിക്ക് കൺട്രോളായി വരുന്നുണ്ട്, ഉമ്മനോട് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഈ കുട്ടികളുടെ ഫ്രണ്ടൽ ലോബ് അഥവാ ചിന്തയുടെ ഏരിയ യഥാർത്ഥ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ ടീനേജ് കഴിഞ്ഞ് 18 കഴിഞ്ഞ് 19 കഴിയുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ചിന്താശേഷി വർദ്ധിക്കും. അതുവരെ നമ്മൾ ഒരല്പം താഴെ ഇറങ്ങൽ നിർബന്ധമാണ്. മാത്രമല്ല എല്ലാം സമ്മതിക്കണമൊന്നുമല്ല, പക്ഷേ ഇവർ നമ്മളെക്കാളേറെ ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. അവരുടെ ഈ ഒരു ശാരീരിക മാനസിക ഹോർമോൺ ചേഞ്ചസ് അവരെ വേദനിപ്പിക്കുന്നുണ്ടെന്നൊരു ബോധം നമുക്കുണ്ടാവുക. പ്രത്യേകിച്ച് അംഗീകാരം നൽകുന്ന അഡോളസെന്റിലെ കുട്ടികൾ അവർ നന്നായി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. കൂടുതൽ വീഡിയോകൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ ചാനലിൽ വരും. 25ഓളം ചിന്തകൾ, കുട്ടികളുടെ അഡോളസെൻ്റായ കുട്ടികളുടെ ചിന്തകൾ നമ്മൾ ചർച്ച ചെയ്യും. ഓരോ എപ്പിസോഡുകളായി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വേണ്ടതുപോലെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള വിവരങ്ങൾ ലഭിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും.